ഹായ് ഓൾ, എല്ലാവർക്കും SSC മെന്ററിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, ഇന്ത്യൻ റെയിൽവേയിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് വരികയാണ്. അതാണ് RRB സെക്ഷൻ കൺട്രോളർ റിക്രൂട്ട്മെന്റ് 2025 എന്ന് പറയുന്നത്. അതായത് CN നമ്പർ 4/2025 ഷോർട്ട് നോട്ടീസ് ഔട്ടായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ കൺട്രോളർ പോസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ പൊതുവേ അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് അല്ല. കഴിഞ്ഞ ഒരു 8-9 വർഷം മുന്നേ ആണ് ഇത് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്തത്. അതിനുശേഷം പൊതുവേ ഡിപ്പാർട്ട്മെന്റൽ എക്സാം വഴിയോ അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാർക്ക് പ്രൊമോഷൻ വഴിയൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു 8-9 വർഷത്തിന് ശേഷം 2025 ഇതിന്റെ ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ടീസ് ഔട്ട് ആവുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതിന്റെ ഷോർട്ട് നോട്ടീസ്. ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതിന്റെ CN നമ്പർ എന്ന് പറയുന്നത് 04/2025 ആണ്. ഒരു പോയിന്റ്. നമുക്ക് 368 വേക്കൻസീസ് ആണ്. ഓൾ ഇന്ത്യ എല്ലാ RRBസും കൂട്ടിയിട്ട് നമുക്ക് 368 വേക്കൻസീസ് ആണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ കൂടിയേക്കാം. ക്ലിയർ? പിന്നെ 20 തൊട്ട് 33 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് ഈ ഒരു എക്സാമിന് എലിജിബിൾ ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് വേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ക്ലിയർ? ഇനീഷ്യൽ ഗ്രേഡ് പേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് 35,400 ആണ്. കാരണം ഇത് ലെവൽ 6 പോസ്റ്റ് ആണ്. ലെവൽ 6 പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് പേ 35,400 ആണ്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ HRA അതേപോലെ DA ബാക്കിയുള്ള ട്രാവൽ അലവൻസ് കാര്യങ്ങളൊക്കെ, അതായത് റെയിൽവേൻ്റെ ബാക്കിയുള്ള അലവൻസ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്രോക്സ് ഏകദേശം ഒരു 60,000-ന് മുകളിൽ സാലറിക്ക് ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 368 വേക്കൻസീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ RRB ട്രിവാൻഡ്രവും പെട്ടിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് നോക്കിയാലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് September 15, 2025 ആണ്. September 15, 2025 തൊട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ക്ലിയർ? എത്ര ദിവസം വരെ ഉണ്ടാവും? കറക്റ്റ് ഏകദേശം ഒരു മാസം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. October 14 midnight വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. ക്ലിയർ? അതേപോലെ ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ നിങ്ങൾ OBC ആണെങ്കിൽ 500 rupees ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ബാക്കി SC ST ഫീമെയിൽസ്, ഫിസിക്കലി ഡിസേബിൾഡ്, എക്സ് സർവീസ്മാൻ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊക്കെ 250 രൂപയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ? എലിജിബിലിറ്റി എന്താണ്? ഗ്രാജുവേറ്റ് ആണ്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ ആണ്. അതേപോലെ ഏജ് ഞാനിവിടെ എഴുതിയത് തെറ്റാണ്. 20 to 33 years നിങ്ങൾ ഏജ് ആണെങ്കിൽ, ഇതൊരു ജനറൽ കാറ്റഗറി ഏജ് ആണ് ഞാൻ ഈ പറയുന്നത്. 20-നും 33 വയസ്സിനിടയിലാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അതേപോലെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC or ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടാവുക. അതിൽ തന്നെ നമുക്ക് 4 സെക്ഷനാണ് പഠിക്കാനുള്ളത്. 4 സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മാത്സ് ഉണ്ട്, പിന്നെ റീസണിങ്, അതേപോലെ ജനറൽ അവയർനെസ്, പിന്നെ ജനറൽ സയൻസ്. ഈ 4 സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനൊരു പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. RRBയുടെ എല്ലാ എക്സാംസിലും നമുക്ക് ഈ 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഈ 4 സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ? പിന്നെ എന്താ പറയുക, ഇത് സിലബസിൽ എക്സ്ട്രാ ഒന്നുമില്ല. എന്താണോ മാത്സിൽ നമ്മൾ RRB NTPCക്കോ അല്ലെങ്കിൽ ALPക്കോ പഠിക്കുന്നത് ആ സെയിം സിലബസ് തന്നെയാണ് സെക്ഷൻ കൺട്രോളറിന് നമുക്ക് പഠിക്കാനുണ്ടാവുക. CBT എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജ് എന്തുണ്ടാവും? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലാണ് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് തന്നെ അവർ പറയുന്നുണ്ട്. A2 സ്റ്റാൻഡേർഡ് എന്താ പറയുക മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് പോലുള്ള കാര്യങ്ങൾ പാടില്ല. അതേപോലെ 6/9 വിത്തൗട്ട് ഗ്ലാസ് ആണ് നിങ്ങളുടെ എന്താ പറയുക ഐസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാനുള്ള മെയിൻ കാരണം സെക്ഷൻ കൺട്രോളറിൻ്റെ ഒരു വർക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ
ഒരു ATC ജോബ്, അതായത് എയർ ട്രാഫിക് കൺട്രോളറൊക്കെ ചെയ്യുന്ന ഒരു വർക്കിന് തുല്യമായിട്ടുള്ള ഒരു വർക്കാണ് റെയിൽവേയിലെ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഭയങ്കര അലേർട്ടായിട്ട് നിങ്ങൾ നിൽക്കേണ്ട ഒരു ജോബാണ് എന്ത് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. കാരണം സിഗ്നലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതേപോലെ ഇതിൻ്റെയൊക്കെ ഏത് സ്റ്റേഷനിൽ ഏത് പ്ലാറ്റ്ഫോമിൽ വണ്ടി വരുന്നു എന്നുള്ള കൃത്യമായ ട്രാക്കും കാര്യങ്ങളും റെക്കോർഡൊക്കെ നിങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള എന്താ പറയുക അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇച്ചിരി ഹാർഡ് വർക്ക് ആവശ്യമുള്ള ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡും അതിനനുസരിച്ച് ഉണ്ടാവണം. അതുകൊണ്ടാണ് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് അവർ പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ കൺട്രോളറിൻ്റെ ഷോർട്ട് നോട്ടീസ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സെക്ഷൻ കൺട്രോളറിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റെയിൽവേ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതാണ് ഷോർട്ട് നോട്ടീസിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പം മക്കളെ, ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാനായിട്ട് SSC മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ SSC RRB റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം അപ്ഡേറ്റ്സും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് SSC മെൻറ്ററിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ SSC RRB എക്സാംസ്, അതായത് ഇനി വരാനിരിക്കുന്ന SSC അതുപോലെ RRB എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ SSC മെൻറ്റർ എല്ലാ ദിവസവും ഈവനിങ് ടെലഗ്രാമിലേക്ക് കൂടി ഒരു ലൈവ് പോകുന്നുണ്ട് 6 മണി തൊട്ട് 6:30 വരെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്ര ഒരു സ്ട്രോങ് ആയിട്ട് പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈവനിങ് 6 മണി തൊട്ട് 6:30 വരെ നിങ്ങൾക്ക് ടെലഗ്രാം ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.